അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. സജീക, എനിക്ക് ഇങ്ങളെ ഒന്ന് കാണണം. വർഷങ്ങൾക്കിപ്പുറം അവളുടെ ശബ്ദം കേട്ട് എന്തു പറയണമെന്നറിയാതെ അയാൾ നിന്നു. ഇക്ക, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ട് റഹീന, പറയേ. അയാൾ ഫോൺ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊരൊറ്റവട്ടം കണ്ടാൽ മാത്രം മതി. ശരി, സമയവും സ്ഥലവും ഞാൻ മെസ്സേജ് അയച്ചേക്കാം. മറുപടി കാത്തു നിൽക്കാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു. അയാളുടെ മുഖത്ത് സന്തോഷവും ദുഃഖവും കലർന്ന ഭാവം. അയാൾ ഫോണിൽ ഗ്യാലറിയിൽ നിന്ന് ഏറെ കഷ്ടപ്പെട്ടൊരു ഫോട്ടോ തിരഞ്ഞു പിടിച്ചു. അയാൾ അതിലേക്ക് നോക്കി. അയാളുടെ കരവലയങ്ങളിൽ ഒതുങ്ങി നിന്ന് പുഞ്ചിരി തൂകുന്ന ഒരു മെലിഞ്ഞ സുന്ദരി റഹീന. അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. 4 വർഷത്തെ സന്തുഷ്ട ദാമ്പത്യം, പ്രണയപൂരിതമായ മുഹൂർത്തങ്ങൾ, എത്ര മനോഹരമായ നിമിഷങ്ങൾ. അയാൾ ചിന്തിച്ചു. എല്ലാം നൽകിയ റബ്ബ് ഒരു കുറവ് മാത്രം ബാക്കി വെച്ചു. ഒരു കുഞ്ഞിനെ മാത്രം തന്നില്ല. ഒരു കാര്യവും പൂർണ്ണമായും ഏറ്റവും മികച്ച രീതിയിലും ആർക്കും തന്നെ അവൻ കൊടുക്കുന്നില്ലല്ലോ. അവൻ ഏതെങ്കിലും രീതിയിൽ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഒരു കുഞ്ഞ് എന്നത് വെറും സ്വപ്നം മാത്രമായി അവശേഷിച്ചു. 2 പേർക്കും ഒരുപോലെ ആദി. അയാൾ പുറമെ കാണിച്ചില്ല. പക്ഷേ അവളുടെ വാക്കുകൾ ഒരേ ഒരു വിഷയത്തിൽ മാത്രം തറച്ചു നിന്നു. പിന്നീട് അങ്ങോട്ടൊരു പരക്കം പാച്ചിലായിരുന്നു. കാണാത്ത ഡോക്ടർമാരില്ല, നേരാത്ത നേർച്ചകളില്ല. 4 വർഷങ്ങളും 40 ദിവസങ്ങളും കഴിഞ്ഞു. ഒരു ദിവസം അവൾ അയാളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, നമുക്ക് പിരിയാം. അയാളുടെ മുഖം കണ്ടാൽ അറിയാം കേട്ടത് വിശ്വാസമായില്ല എന്ന്. ഇക്ക, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് പിരിയാം. അവൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. റഹീന, ഈ പറയണത് എന്താണെന്ന് അനക്ക് വല്ല ബോധവുമുണ്ടോ? അയാൾ സംശയം ചോദിച്ചു. നല്ല ബോധത്തോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർമാരൊക്കെ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ. ഒരു കുഞ്ഞിനെ തരാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അങ്ങനെയുള്ളപ്പോ ഇങ്ങൾക്കൊപ്പം ജീവിച്ച് എന്താക്കാനാന്ന ഉമ്മയും വാപ്പയും പറയണത്. അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ ദുഃഖവും നിസ്സഹായതയും. അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു നിർത്തി. അവളുടെ കണ്ണുകളിൽ നോക്കി അയാൾ ചോദിച്ചു, എനിക്കറിയേണ്ടത് അവരുടെ കാര്യമൊന്നുമല്ല, നിന്റെ തീരുമാനം മാത്രമാണ്. റഹി, പറ, എന്നെ പിരിഞ്ഞ് ജീവിക്കാൻ നിനക്ക് പറ്റുമോ? അവൾ കണ്ണുകൾ താഴ്ത്തി. അല്പസമയം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ സംസാരിച്ചു തുടങ്ങി. ഇക്ക കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഒരു പ്രതീക്ഷകളോ ഭാവിയോ ഇല്ലാത്ത ജീവിതം ജീവിച്ചു തീർക്കാൻ എന്നെ കൊണ്ടാവില്ല. അവരുടെ മറുപടി അയാളിൽ ആളൽ സൃഷ്ടിച്ചു. ഇത്രയധികം സ്നേഹിച്ച പെണ്ണിൽ നിന്നും അത്തരം വാക്കുകൾ അയാൾ പ്രതീക്ഷിച്ചതല്ല. അയാളുടെ കൈ യാന്ത്രികമായി അവളിൽ നിന്നും പിൻവാങ്ങി. അവൾ മുറിവിട്ട് പോയിട്ടും അയാളുടെ സംശയങ്ങൾക്കും ചിന്തകൾക്കും ആക്കം കിട്ടിയില്ല. യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള മടി, മനസ്സിൽ കുമിഞ്ഞുകൂടിയ ദുഃഖഭാരം. എത്ര പെട്ടെന്നാണ് പ്രാണനേക്കാൾ സ്നേഹിച്ച പെണ്ണ് പറഞ്ഞത് പിരിയാമെന്നുള്ള മൂർച്ചയേറിയ ആ വാക്കുകൾ. പിന്നീട് അവളെ കാണുന്നത് കുടുംബ കോടതിയിൽ വെച്ചാണ്. പിരിയാൻ നിമിത്തമായ കാരണം അവൾ യാതൊരു മറവുമില്ലാതെ അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത ആളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. അവളുടെ വാക്കുകൾ അയാളുടെ നെഞ്ചിൽ കടാര കണക്കെ ആഴ്ന്നിറങ്ങി. പറഞ്ഞറിയിക്കാനാകാത്ത വേദന. എങ്കിലും അയാൾ അവളുടെ കൈകൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഒരു തവണ കൂടി ചിന്തിച്ചിട്ട് പോരെ റഹി? അനക്ക് ഞാനും എനിക്ക് നീയും അങ്ങനെയല്ലേ? അത് പോരെ? പോരാ. അവളുടെ മറുപടി പെട്ടെന്നായിരുന്നു. അയാളുടെ കൈകൾ തട്ടിമാറ്റി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുമ്പോൾ അവളുടെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. അയാളുടെ മുഖത്ത് തികഞ്ഞ നഷ്ടബോധം. നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീർ പാളികൾക്കിടയിലൂടെ തിരിഞ്ഞു നോക്കാതെ പരിവാരങ്ങളുമായി നടന്നകലുന്ന റഹീനയെ അയാൾ നോക്കിക്കണ്ടു. പ്രണയം ഇത്ര ബലഹീനമായിരുന്നു. അയാളുടെ ഉള്ളിൽ സംശയമുണർന്നു. റഹീന പോയിട്ട് ഇന്നേക്ക് 2 വർഷം തികയുന്നു. അവൾ പോയ വഴി അയാൾ പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മറന്നതുകൊണ്ടല്ല, മറക്കണമെന്ന് തീവ്രമായ ആഗ്രഹമുള്ളത് കൊണ്ട്. എന്നിട്ടും ഇന്ന് അവൾ സ്വയം വിളിച്ചിരിക്കുന്നു. ഒരു സമയം കേൾക്കാൻ ഒരുപാട് കൊതിച്ചിരുന്ന ശബ്ദം, കാണാൻ വേണ്ടി ഹൃദയം വെമ്പൽ കൊണ്ട മുഖം. ഇന്ന് അതിനുമപ്പുറം മറ്റെന്തോ വികാരം മാത്രം. അയാൾ ചിന്തിച്ചു. അയാൾ ഫോൺ എടുത്ത് റഹീനെ വിളിച്ച നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. അടുത്ത ദിവസം വൈകുന്നേരം ഏകദേശം 4 മണിയോടടുത്ത് അയാൾ ബീച്ചിലെത്തി. കുറച്ചുനേരം കാത്തിരിക്കേണ്ടി വന്നു. അയാൾ കടലിലേക്ക് നോക്കി. വിശ്രമമില്ലാതെ കരയെ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകൾ. ഇത്രമേൽ ആഴത്തിൽ തന്നെയാണ് താനും അവളെ സ്നേഹിച്ചത്. സജീക,
അവളുടെ ശബ്ദം അയാളെ ഉണർത്തി. അയാൾ തിരിഞ്ഞു നോക്കി. കലങ്ങിയ കണ്ണുകളുമായി അയാളെ ഉറ്റുനോക്കി നിൽക്കുകയാണ് റഹീന. പഴയ കലയില്ല ആ മുഖത്തിപ്പോൾ. പണ്ട് കോടതി മുറിയിൽ വെച്ച് അയാൾ കാണാൻ ആഗ്രഹിച്ച നഷ്ടബോധം. എന്ത് കോലമാണ് പെണ്ണെ! അയാളുടെ ചോദ്യത്തിൽ വിഷാദം കലർന്നിരുന്നു. അവൾ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. വെറുതെ കടലലകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. അയാളും അതുപോലെ ചെയ്തു. നിശബ്ദതയുടെ നിമിഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഇക്ക എന്നെ വിളിച്ചിരുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അയാളുടെ ചുണ്ടുകൾ വിടർന്നു. പഴയ ഓർമ്മകൾ അയവിറക്കിയതുപോലെ. തനി ബുദ്ധൂസ്, അയാൾ പറഞ്ഞു. അവൾ ചിരിച്ചു. അയാളെ നോക്കാതെ പറഞ്ഞു, ബുദ്ധൂസ് തന്നെയാ, ചെയ്തതെല്ലാം വിവരക്കേട്. അവരുടെ മുഖഭാവം മാറി. വിഷാദം നിഴലിച്ചു. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിക്കുക മാത്രം ചെയ്തു. അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. മാപ്പ്, ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റല്ല ഒന്നും. എങ്കിലും ഇക്കാന്റെ റഹിയോട് ക്ഷമിക്കില്ലേ? അവളുടെ ചുണ്ടുകൾ വിറച്ചു. പെട്ടെന്ന് അയാൾ സംസാരിച്ചു തുടങ്ങി. റഹീന, നിന്റെ വഴി നീ തിരഞ്ഞെടുത്തു. അതിലെനിക്കൊരു ദേഷ്യവുമില്ല. പിന്നെ നിനക്കറിയാമല്ലോ, ഞാനിപ്പോ വേറൊരു പെണ്ണിന്റെ ഭർത്താവാണ്, ഒരു കുഞ്ഞിന്റെ വാപ്പയാണ്. ഇനിയും ഒരു കാര്യത്തിനും നീ എന്നെ തിരഞ്ഞു വരരുത്. അയാളുടെ വാക്കുകൾ അവളിൽ നടുക്കമുണ്ടാക്കി. അവൾ അയാളെ തന്നെ നോക്കി ഒന്നും മിണ്ടാതെ നിന്നു. എനിക്കറിയാം, നീ ഇപ്പോൾ കരുതുന്നുണ്ടാവും, ഡോക്ടർമാർ വിധി എഴുതിയ സജിക്ക് എങ്ങനെ കുഞ്ഞുണ്ടായി എന്ന്. ക്ഷമിക്കാൻ അറിയാവുന്നവന് പടച്ചവനാണ് വിധി എഴുതുന്നത്, അല്ലാതെ ഡോക്ടർമാരല്ല. അയാളൊന്ന് നിർത്തി വീണ്ടും തുടർന്നു. അതേ പടച്ചവൻ തന്നെയാണ് അന്നെയും പരീക്ഷിച്ചത്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. കരയാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറഞ്ഞത്. എന്തിന്റെ പേരിലാണോ ജീവനേക്കാളേറെ സ്നേഹിച്ച എന്നെ നീ ഇട്ടിട്ട് പോയത്, അത് വെച്ച് തന്നെ പടച്ചവൻ പരീക്ഷിച്ചു എന്ന് കരുതിയാ മതി. വിധിയുടെ മുന്നിൽ വെറുതെ നോക്കി നിൽക്കാനല്ലേ നമുക്ക് കഴിയൂ. മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. ഞാൻ വിധിയെ പഴിക്കില്ലിക്ക. എല്ലാം ഞാൻ വരുത്തി വെച്ചത് തന്നെയാണ്. എന്റെ എടുത്തുചാട്ടം ഇക്കാന്റെ കൽബിന്റെ മഹത്വം കാണാതെ ഇറങ്ങിത്തിരിച്ചപ്പോൾ വന്നത്. പടച്ചവൻ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ല. എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അവളൊന്ന് നിർത്തി അയാളെ നോക്കി. അതിലുപരി ഞാൻ പശ്ചാത്തപിക്കുന്നു. സജീക്കായെ തള്ളിപ്പറഞ്ഞ ആ ഒരു നിമിഷത്തെ ഓർത്ത്. അയാൾ അവളിൽ നിന്നും 2 അടി മുന്നോട്ട് മാറി നീങ്ങി നിന്നു. പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല റഹീന. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അനക്കന്റെ വഴി, എനിക്ക് എന്റെയും. അയാൾ പറഞ്ഞു നിർത്തി. അറിയാം, ഒരിക്കലും വരില്ല എന്ന് കരുതിയതാണ്. എല്ലാത്തിനും മാപ്പ് പറയണമെന്ന് തോന്നി. മറുപടി പറയാൻ അയാൾ തിരിഞ്ഞപ്പോഴേക്കും അവൾ നടന്നു തുടങ്ങിയിരുന്നു. തിരികെ വിളിക്കാൻ അയാളുടെ മനസ്സ് വെമ്പൽ കൊണ്ടെങ്കിലും അയാൾ വിളിച്ചില്ല. ഒരു കാലത്ത് സ്നേഹിച്ച പെണ്ണല്ലേ, അവൾക്ക് വേദനിച്ചാൽ ഇന്നും എവിടെയോ ഒരു വിങ്ങൽ. അയാൾ ഓർത്തു. അയാൾ അവൾ നടന്ന വഴിയെ നോക്കി. ഒരു തവണ ഇതുപോലെ തിരിഞ്ഞു നോക്കാതെ വഴിയിൽ ഉപേക്ഷിച്ച് പോയവളാണ്. അന്നുള്ളൊരുങ്ങി കരഞ്ഞിട്ടുണ്ട്. ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ. ഇന്നതില്ല. പോയവർ പോകട്ടെ. അവർ പോയ വഴിയെ പുതിയ സന്തോഷങ്ങൾ, പുതിയ ജീവിതം തുറന്നു വരട്ടെ. മണൽത്തരികൾ തട്ടിത്തെറിപ്പിച്ച് തിരിച്ചു നടക്കുമ്പോൾ അയാളുടെ മുഖത്ത് സംശയങ്ങളില്ല, തികഞ്ഞ സംതൃപ്തി മാത്രം. പ്രിയരെ, മക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. മക്കളുടെ ഉദാഹരണം മഴ പോലെയാണ്. ചില നാടുകളിൽ അള്ളാഹു മഴയെ പിടിച്ചുവെച്ച് വരൾച്ച നൽകുന്നു. എന്നാൽ ചിലയിടത്താകട്ടെ മഴ ആവശ്യത്തിലധികമായിരിക്കും. അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യവും. അള്ളാഹു നമുക്ക് കുട്ടികളെ തരാൻ ഉദ്ദേശിച്ചാൽ കുറച്ച് വൈകിയാലും നമുക്കവരെ ലഭിക്കുക തന്നെ ചെയ്യും. മരുഭൂമിയിലും മഴ പെയ്യാറുണ്ടല്ലോ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന് കാരണം പറഞ്ഞ് ഭാര്യയെയോ ഭർത്താവിനെയോ പഴിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവാണ് എന്ത് നൽകണം എന്ന് നൽകേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കി അവനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ നൽകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.